അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അടുക്കളയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ അടുക്കളയിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം രാത്രി തന്നെ എല്ലാം പാത്രമെല്ലാം കഴുകി സെറ്റാക്കി അടുക്കി പറക്കി വെച്ച് ഒരു അടുക്കളയിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നമുക്ക് എന്ത് പാടുണ്ട് ജോലിപ്പാടുണ്ടെങ്കിലും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന, അന്ന് എന്ത് തിരക്കുണ്ടെങ്കിലും കിട്ടുന്നൊരു ഊർജ്ജം, ജോലി ചെയ്ത് തീർക്കാൻ കിട്ടുന്നൊരു ഊർജ്ജം ഇവിടെ നിന്നാണ് കേട്ടോ. പിന്നീട് ഈ മാവ് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന കാണുമ്പോൾ അത് അതിലും വലിയൊരു സന്തോഷം. കാരണം ഞാൻ എപ്പോഴും അരച്ച് വെച്ചാൽ ഇതിങ്ങനെ പൊങ്ങി വരാറില്ല കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ്. അപ്പോൾ ആ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം കുറച്ച് നേരം അങ്ങനെ തവിയൊക്കെ ഇട്ട് അതിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് എന്നാൽ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ സാധാരണ ഞാൻ ചായയൊക്കെ ഇട്ടിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കാറ്. പിന്നീട് ഇന്നത്തെ സമയം താമസിച്ചു പോയി. അതുകൊണ്ട് ആദ്യം പിള്ളേർക്ക് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തിട്ട് ചായ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ ഇപ്പം പിള്ളേർക്ക് സ്കൂളില്ലാത്ത സമയം ജോലി പെട്ടെന്ന് തിരികെയില്ല കേട്ടോ. അല്ലാത്ത സമയം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് 5:30-6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കും. അങ്ങനെ തന്നെ 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിൻ്റെ ഒക്കെ ഓരോ പ്രിപ്പറേഷൻസ് ഒക്കെ തീർന്നിരിക്കും കേട്ടോ. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇച്ചിരി താമസിച്ചാണ് എണീക്കാറ്. സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിൽ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു 8:30 ആവും എണീറ്റ് വരുമ്പം കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ജോലിയും പെട്ടെന്ന് തീർക്കേണ്ടതായിട്ട് വരും. ഉച്ച കഴിഞ്ഞ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലി തീർക്കുകയാണ്. പിള്ളേർ സ്കൂളിൽ പോവുകയാണെങ്കിൽ ഇവർ പോയി കഴിഞ്ഞാൽ ജോലിയെല്ലാം തീർന്നാൽ ഞാൻ ഫ്രീ ആണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒന്നിനും സമയം തികയില്ലാത്ത പോലെ തോന്നും. പക്ഷേ എന്നാൽ നമുക്ക് തീർക്കേണ്ടതായ ജോലികളെല്ലാം തീർത്തിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനും പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചടപടേന്ന് അങ്ങോട്ട് തീർക്കുകയാണ്. ഇഡ്ഡലി തട്ടിനകത്തോട്ട് മാവൊക്കെ ഒഴിച്ച് ഇഡ്ഡലി അപ്പോൾ അടുപ്പത്ത് വെക്കുകയാണ്. ഇഡ്ഡലി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചായ ഉണ്ടാക്കും കേട്ടോ. സാറിന് ചായ കുടിക്കാതെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് ഇഡ്ഡലി വേവുന്ന സമയം കൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനൊക്കെ ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ന് രാവിലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ബോർഡുണ്ട് കേട്ടോ. അവിടെ ഞാൻ എഴുതിയിട്ടിരിക്കും. അത് ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇത്രയും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മീലെങ്കിലും ഞാൻ അവിടെ എഴുതിയിട്ടിരിക്കും. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് അത് എഴുതി ഇടാറ് തലേദിവസം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് പിന്നെ ചിന്തിച്ച് തല പുകഞ്ഞ് അടുക്കളയിൽ നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് 1 മണിക്കൂർ അങ്ങനെ തന്നെ പോകും ഇന്ന് എന്തുണ്ടാക്കും എന്ന ആലോചന കൊണ്ട്. അതുകൊണ്ട് ആലോചിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം അങ്ങോട്ട് റെഡിയാക്കുകയാണ് കേട്ടോ. കുറച്ച് മാവ് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ ഉപ്പ് ചേർക്കാതെ തന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കാറാണ് പതിവ്. എന്നിട്ട് നാളെ മറ്റന്നാളും അത് തന്നെ മതിയാവും കേട്ടോ. കുറച്ച് എടുത്തിട്ട് ഒരു 3 ദിവസത്തിനുള്ള ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഉള്ള മാവ് ഞാൻ ഒന്നിച്ച് അരച്ച് വെക്കും. എനിക്ക് ഗ്രൈൻഡറാണ് ഉള്ളത്. മിക്സിയിൽ അരച്ചരച്ച് മിക്സി കേടായി അവസാനം ഞാൻ ഗ്രൈൻഡർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കാരണം അത്ര തവണ ഞാൻ മിക്സി റിപ്പയർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിലും നല്ലത് ഗ്രൈൻഡറാണെന്ന് തോന്നി. ലാർജ് എമൗണ്ട് നമുക്ക് അരിയൊക്കെ ഇട്ട് അരച്ച് വെക്കുകയും ചെയ്യാം. ചൂടാവുകയോ ഒന്നും ചെയ്യുകയില്ല. അതുമല്ല അരി പുളിച്ച് പൊങ്ങാൻ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ഗ്രൈൻഡറാണ് കേട്ടോ. മിക്സിക്കകത്ത് ഒത്തിരി ചൂടാവുന്നതുകൊണ്ട് പുളിച്ച് പൊങ്ങാനും ബുദ്ധിമുട്ടായിരുന്നു. ഈ ഇഡ്ഡലി കുട്ടവും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിനകത്ത് 6 12 ഇഡ്ഡലി ഉള്ളൂ. നേരത്തെ എനിക്കുള്ളത് ചെറിയ ഇഡ്ഡലി കുട്ടവുമായിരുന്നു. അതുപോലെ ഇതിൻ്റെ ബേസിനകത്ത് ഇഡ്ഡലി വെള്ളം ഒഴിച്ച് വെക്കുന്ന പാനില്ലേ, അതിനകത്ത് നമുക്ക് എന്തെങ്കിലും കറിയുടെ ഗ്രേവിയൊക്കെ വഴറ്റിയെടുക്കണമെങ്കിൽ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല അടിക്കട്ടിയുള്ള സ്റ്റീലാണ് കേട്ടോ. അതുകൊണ്ട് അതിനും അത് യൂസ് ആവും. അതുകൊണ്ടാണ് 2. അതുപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ ആവിക്ക് വെക്കുന്ന ഒരു 3-4 പാത്രങ്ങൾ വേറെ ഉണ്ട്. ആവിക്ക് വെക്കുന്നത്, നമ്മുടെ മോമോസ് ഉണ്ടാക്കുന്നത്, വേറെ അരിപ്പ പോലത്തെ കുറേ പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിൻ്റെ സെറ്റിനകത്ത് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് എല്ലാത്തിനും മൾട്ടിപർപ്പസ് കടായി എന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര് അന്ന് വന്നിരുന്നത്. അങ്ങനെ വാങ്ങിച്ച ഇഡ്ഡലിക്കുട്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കിയിട്ട് പ്രത്യേകിച്ച് ഇന്ന് കറിയൊന്നുമില്ല, ചമ്മന്തി വെള്ളം ഉണ്ടാക്കണം. ഈ പോയി ചായക്കുള്ള സാമഗ്രികളൊക്കെ എടുക്കാം. എനിക്ക് ചായയും പിള്ളേർക്ക് പാലുമാണ് കേട്ടോ. പാലിൻ്റെ ഒരു ചുവ വരാതിരിക്കാൻ വേണ്ടി ഒരു ബൂസ്റ്റ് ഇച്ചിരി ഇട്ട് കൊടുക്കും. എന്നാലേ അവരത് കുടിക്കുകയുള്ളൂ കേട്ടോ. പഞ്ചസാര ഇടാറില്ല. പാല് കാച്ചി ബൂസ്റ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ ബാക്കിയുള്ള മാവൊക്കെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഞാൻ സാമ്പാറിനുള്ള സാമഗ്രികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്നി എന്നുള്ള ആക്ച്വലി ഞാൻ എഴുതിയിട്ട ചട്നി ആയിരുന്നു. തേങ്ങ തിരുമാനുള്ള മടിയും കൊണ്ട് കുറച്ച് തേങ്ങ ഇരിപ്പുള്ളൂ. അതെനിക്ക് ചീരത്തോരന് വേണ്ടി എടുക്കണം. അതുകൊണ്ട് ഞാനത് സാമ്പാറിലോട്ട് മാറ്റി. അതുമല്ല സാമ്പാർ ഉണ്ടാക്കിയ വേറൊരു ഗുണമുണ്ട്. ഉച്ചയ്ക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ ഇത് തന്നെ ലഞ്ചിന് കൂടിക്കോളൂ. അപ്പോൾ ഞാൻ സാമ്പാറും ചീരത്തോരനും വന്നാക്കി കേട്ടോ. ചീരത്തോരൻ ഓൾറെഡി ലിസ്റ്റിനകത്തുള്ളതായിരുന്നു. അങ്ങനെ സാമ്പാർ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഇഡ്ഡലി വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് സാമ്പാറിനുള്ള സാധനങ്ങളായിരുന്നു ചായയൊക്കെ ആക്കി എടുക്കണം കേട്ടോ. ഇഡ്ഡലി വെന്തോ നോക്കുന്നതാണ് കേട്ടോ. ഇഡ്ഡലി വെന്തിട്ടില്ല. അപ്പോൾ അത് അവിടെ തന്നെ വെച്ചു. ഈ മാവ് അരച്ചതിനകത്ത് ഇച്ചിരി ചോറ് കൂടിയോ എന്നൊരു സംശയമുണ്ട്. ചെറുതായിട്ടൊരു പശപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലിക്ക്. അപ്പം ചോറ് കൂടിയതിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുട്ടികൾ അവിടെ ബഹളം തുടങ്ങി കഴിഞ്ഞിരുന്നു കേട്ടോ, വിശക്കുന്നതെന്നും പറഞ്ഞു. അപ്പോൾ ഇനി താമസിച്ച് കഴിഞ്ഞാൽ അവർ കൈ കിട്ടുന്ന സ്നാക്സ് ഒക്കെ പറക്കി കഴിക്കും. പിന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഈ താമസം എണീറ്റാനുള്ള കുഴപ്പം. നമ്മുടെ ടൈം ടേബിൾ ആകെ തെറ്റിപ്പോവും. പിന്നെ ജഗ അടിപൊളി എന്ന് പറഞ്ഞ് പെട്ടെന്ന് തീർക്കേണ്ടി വരും. നമ്മൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഇത്തിരി സമയം എടുത്തിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് സമാധാനത്തോടെ ചെയ്യാൻ പറ്റും. പക്ഷേ പിന്നെ ഒരു കാര്യം, വല്ലപ്പോഴേ സ്കൂൾ അവധി ഉള്ളപ്പോഴേ ഒന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ രാവിലെ. അപ്പം അതും ഒരാവശ്യമാണ്. എല്ലാം ഒരാവശ്യമായതുകൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു എന്ന് മാത്രം. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഇഡ്ഡലിയുടെ തട്ടിന് മണ്ടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഡ്ഡലി ഈസി ആയിട്ട് വിട്ടുപോരും കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് പാലും വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ 3 ഡപ്പയുണ്ട് കേട്ടോ. ഷുഗർ, ടീ, കോഫി എന്ന് എഴുതിയ ഞാൻ ആമസോണിൽ നിന്നാണ് അതും വാങ്ങിച്ചിരുന്നത്.
അതൊക്കെ ഒരു 1.5 വർഷത്തോളമായി ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പോൾ വലിയ വിലയൊന്നും ആയിട്ടില്ലായിരുന്നു. പിള്ളേർക്ക് പാലും ഇഡ്ഡലിയും കൊണ്ട് കൊടുത്തു കേട്ടോ. അവർക്ക് സാമ്പാർ വേണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് സാമ്പാർ ഇല്ലാതെ തന്നെ അവർ ഇഡ്ഡലി കഴിച്ചോളും. ഇഡ്ഡലി കഴിക്കുന്നതിന് ചുമ്മാ കഴിക്കുന്നതിന് അവർക്ക് മടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് അരിയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ചെറുതായിട്ട് അരിഞ്ഞാൽ ഇവരുടെയൊക്കെ വയറ്റിൽ പോവുകയുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അതൊക്കെ പറക്കി കളയും. ഇത് ഞങ്ങളുടെ കായമാണ് കേട്ടോ, ഞങ്ങളുടെ കായമല്ല, ഞങ്ങൾ ഈ പ്രാവശ്യം വാങ്ങിച്ച കായമാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കേട്ടോ കായം തന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുറിക്കുകയോ തല്ലിപ്പൊട്ടിക്കുകയോ ഒന്നും വേണ്ട. അപ്പോൾ ചീരത്തോരനുള്ള ചീരയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ വന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ കഴുകി വെച്ചു കേട്ടോ, അല്ലെങ്കിൽ സിങ്കിനകത്ത് ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് കഴുകാൻ തന്നെ മടിയാവും. തേങ്ങ കുറച്ച് എടുത്ത്, പിന്നെ മീനും മത്തി കഴിഞ്ഞ ദിവസം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ കുറച്ചെടുത്ത് അന്നേരം വറുത്ത് ബാക്കി വറക്കാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മീനും എടുത്ത് പുറത്ത് വെച്ച് ചോറിനുള്ള അരിയും വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ അടുത്ത പണിക്ക് പോയത്. പിന്നീട് അത് അരി കഴുകി എടുത്ത് പെട്ടെന്ന് 1-2 തിളച്ച ശേഷം ആ റൈസ് കുക്കറിനകത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചോറാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പണിക്ക് വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ മടക്കി വെച്ചിട്ട് കുറച്ച് വാഷ് ചെയ്ത് കിടപ്പുണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് വിരിച്ചിടണം. അപ്പോൾ ഇപ്പം നല്ല വെയിലുണ്ട്. ഇവിടെ ഖരീഫ് സീസൺ എന്ന് പറഞ്ഞൊരു മഴക്കാല സീസൺ തുടങ്ങി കഴിഞ്ഞാൽ തുണി ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞങ്ങൾ അപ്സ്റ്റെയറിലല്ല താമസിക്കുന്നത്, ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അതുകൊണ്ട് തന്നെ ബാൽക്കണി ഒന്നുമില്ല. അപ്പോൾ പെരക്കകത്ത് തന്നെ റൂമിനകത്ത് തന്നെ ഇങ്ങനെ സ്ട്രിങ് പോലെ കുറച്ച് കമ്പി വലിച്ച് കെട്ടിയിട്ട് അതിലാണ് കേട്ടോ തുണി ഉണങ്ങാനിടുന്നത്. അപ്പോൾ ഞാൻ മടക്കി വെക്കാനുള്ളതെല്ലാം മടക്കി വെച്ചിട്ട് വിരിച്ചിടാനുള്ള തുണികളൊക്കെ വിരിച്ചിടുന്നുണ്ട് കേട്ടോ. ഈ വെയിലുള്ള സമയത്ത് ഇട്ടാൽ മാത്രമേ ഇത് നല്ല വൃത്തിയായിട്ട് ഉണങ്ങി കിട്ടും. കാരണം ആ ജനലിൻ്റെ അവിടെ നിന്ന് ആ തുണി കട്ടൻ അങ്ങോട്ട് തീക്കി ഇട്ട് കഴിഞ്ഞാൽ തുണിക്ക് നല്ല വെയിൽ കിട്ടും കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ തുണി ഉണക്കാറ്. ഈ സ്റ്റാൻഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് ഉണങ്ങി കിട്ടില്ല. സ്റ്റാൻഡിൽ നമ്മൾ ബാൽക്കണി വെക്കുവാണെങ്കിൽ നല്ലോണം ഉണങ്ങി കിട്ടും, പക്ഷേ റൂമിനകത്ത് ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണക്കാറാണ് പതിവ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചീരത്തോരൻ റെഡിയാക്കിയിരുന്നു. അപ്പോൾ ഇനി തൂത്തും കൂടെ വാരിയിട്ട് എനിക്ക് പോകാനുള്ള സമയമായി. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ പെട്ടെന്ന് തന്നെ സാമ്പാർ വേവിച്ചെടുത്ത് കടുക് ഇഡ്ഡലിയുടെ കൂടെ വെച്ച് അതും കൂടെ കഴിക്കുന്നു കേട്ടോ. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റോടെ കൂടി ഇപ്പം ബ്രഞ്ച് പോലെയായി ഇതിപ്പം. എനിവേ കഴിച്ചിട്ട് പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് വിളമ്പി കൊടുത്തിട്ട് ഞാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള അംഗം അവിടെയാണ്. വന്നു കഴിഞ്ഞ ശേഷം ബാക്കി അംഗം ഇവിടെ വെട്ടാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.